പ്രൈസ് ദി ലോർഡ്. ബൈബിൾ കോൺട്രഡിക്ഷൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന ഈ സബ്ജക്റ്റിൽ 221 ഐറ്റം മുതലാണ് ഇന്നിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. 221 Matthew 23:35. Jesus says that Zechariah was the son of Bechariah. 2 Chronicles 24:20. Zechariah was actually the son of Jehoiada the priest. Note, the name Barachias or Barachiah does not appear in the Old Testament. ഇതിന്റെ ആൻസർ വായിക്കാം. Zechariah 1:1 BC 520 to 48 confirms Jesus is correct. Jesus will always be correct. Zechariah mentioned in 2 Chronicles 24:20 BC 930 to 536 is different from that in Zechariah 1:1. The time periods are different. ഇതിന്റെ വചനങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്. ഈ മാത്തയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സെഖറിയാസ് എന്ന് പറയുന്നത് സെഖറിയ 1:1 പറഞ്ഞിരിക്കുന്നതാണ്. അത് BC 520 420 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലെ വിഷയങ്ങളാണ് സെഖറിയയിൽ എഴുതിയിരിക്കുന്നത്. അതേസമയം 2 Chronicles 24:20 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ BC 930 536 ഇടയ്ക്കുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സും എഴുതിയിട്ടുള്ള ഏത് കാലഘട്ടത്തിലാണ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ എടുത്തിരിക്കുന്നതാണിത്. അപ്പൊ ഈ കാലഘട്ടങ്ങൾ രണ്ടും ഡിഫറെന്റ് ആണ്. BC 536 കഴിഞ്ഞിട്ടാണ് BC 520 വരുന്നത്. അപ്പൊ പിന്നെ ക്രോണിക്കിൾസിലും മാത്തയിലും പറഞ്ഞെങ്കിൽ സെഖറിയ രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്റെ വചനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 222 Matthew 26:6-13, Mark 14:3. The anointing of Jesus takes place in Bethany at the house of Simon the leper. Luke 7:36-38. It takes place at the house of a Pharisee in Galilee. മത്തായിലും മാർക്കിലും പറഞ്ഞിരിക്കുന്ന ബഥനി പറഞ്ഞ സ്ഥലം ശിമയോൻ എന്ന് പറയുന്ന ഒരു രോഗിയുടെ വീടായിട്ടാണ് പറയുന്നത്. അവിടെയാണ് യേശുക്രിസ്തുവിനെ മറിയ അനോയിന്റ് ചെയ്തതായിട്ട് പറയുന്നത്. അതേസമയം ലൂക്കിൽ പറയുന്നത് അത് ഗലീലയിലുള്ള ഒരു പരീശന്റെ വീട്ടിലാണ് പറയുന്നത്. രണ്ട് സ്ഥലത്താണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയല്ല. ലൂക്ക് ആൻസർ വായിക്കാം. Luke 7 does not say that the Pharisee's house was in Galilee. It can be understood that the Pharisee was a leper. ലൂക്കിൽ പറഞ്ഞിരിക്കുന്ന ഫരിസി ഇത് ഗലീലയിലാണെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പൊ പിന്നെ ഇത് രണ്ടും ഒന്നല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ലൂക്കിൽ എന്തെഴുതിയിരിക്കുന്നു വായിക്കാം. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിലിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ചു തൈലം പൂശി. ഇവിടെ എവിടെയാ ഈ സ്ഥലം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇത് രണ്ട് സ്ഥലമാണ്, അല്ലെ രണ്ട് ഇവന്റ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പരീശൻ കുഷ്ഠരോഗിയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഒന്നും തന്നെയില്ല. പിന്നെ അടുത്ത 223 Matthew 26:6-8. The woman ran from the tomb with great joy. John 20:1-2. Mary told Peter and the other disciple as the body had been stolen. Would she feel great joy if she thought the body had been stolen? പത്രോസിനോടും മറ്റു ശിഷ്യന്മാരോടും മേരി പറഞ്ഞു യേശുക്രിസ്തുവിന്റെ ശരീരം കട്ടുകൊണ്ടുപോയി. അപ്പൊ പിന്നെ അവൾക്ക് സന്തോഷമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. At first Mary Magdalene visited the tomb herself. John 21. യോഹന്നാൻ 20:1 മഗ്ദലന മറിയം അവിടെ യേശുക്രിസ്തുവിന്റെ ശവകുടീരം കാണാൻ ഒറ്റയ്ക്ക് പോയതായിട്ട് പറയുന്നത്. At this time Jesus does not allow Mary to touch him because he had to go to Father. അതായത് കാണാൻ ചെന്നതിന് ശേഷം യേശുക്രിസ്തു പ്രത്യക്ഷനാവുന്നുണ്ട്. ആ സമയത്ത് മേരി യേശുക്രിസ്തുവിന്റെ കാല് തൊടാൻ ശ്രമിച്ച സമയത്ത് യേശുക്രിസ്തു തൊടാൻ സമ്മതിക്കുന്നില്ല. But after coming back from heaven, Jesus allows woman to touch his feet. മേരിനെ തൊടാൻ സമ്മതിക്കാതിരുന്നത് പിതാവിന്റെ അടുത്ത് പോയി യേശുക്രിസ്തു ചെയ്ത ഈ യാഗപ്രവൃത്തിയുടെ രക്തം അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. പഴയ നിയമ പുരോഹിതന്മാര് ആണ്ടിലൊരിക്കൽ നടത്തുന്ന യാഗത്തിന്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ആരെയും അടുത്ത് അനുവദിക്കുന്നില്ല. അതേമാതിരി തന്നെയാണ് പൊതുജനത്തിൽ യേശുക്രിസ്തു ആരെയും തൊടാൻ സമ്മതിക്കുന്നില്ല. പരിശുദ്ധനായിട്ട് തന്നെ വേണം
സ്വർഗത്തിലെ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാൻ. മാത്യു 28:7 says that Jesus has been raised from the dead. സെക്കൻഡ് ടോം വിസിറ്റ് ഓഫ് മേരി മഗ്ദലിൻ വിത്ത് അനദർ വുമൺ. അതായത് മത്തായി 28 പറയുന്നത് ശവകുടീരം കാണാൻ മറിയം വേറൊരു സ്ത്രീയും കൂടി പോയി എന്നാണ് പറയുന്നത്. ആ വിസിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ വിസിറ്റ് അല്ല, രണ്ടാമത്തെ വിസിറ്റാണ്. എന്തിനു രണ്ടാമത് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനെ കണ്ടു, മറ്റ് സ്ത്രീകളെ ആരും വിശ്വസിച്ചില്ല ഇത് പറഞ്ഞിട്ട്. അപ്പൊ ഒരു സ്ത്രീയെയും കൂടി കൂട്ടി പോവാണ്. നമുക്ക് ടോംബ് നോക്കാം, ടോംബിൽ ഇല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നതായിട്ട് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അതാണ് ഈ സെക്കൻഡ് വിസിറ്റ്. രണ്ടാമത് പോയ സമയത്ത് സ്ത്രീകളെ ദൂതനും കാണുന്നുണ്ട്, അതേസമയം യേശുക്രിസ്തുവും കാണുന്നുണ്ട്. മാത്യു 28:1 onwards describes the second visit of Mary Magdalene with the other woman. But John describes Mary's first visit to the tomb herself. അത് രണ്ടും രണ്ട് സംഭവമാണ്. അതിനുള്ള വചനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോൺ 17 പറയുന്നത്, യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നതെന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മാത്യുവിലാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്താണ്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എടുത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുമെന്ന് സ്ത്രീകളോട് ദൂതൻ പറയുന്നത്. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തുവും കാണുന്നുണ്ട്. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുത്ത് ചെന്നു അവൻ്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു. അപ്പോൾ അതായത് സെക്കൻഡ് ടൈം പിതാവിൻ്റെ അടുത്ത് പോയി വന്ന സമയത്താണ് ഈ സ്ത്രീകൾ കാല് പിടിക്കുമ്പോൾ യേശുക്രിസ്തു വേണ്ട, എന്നെ കാല് പിടിക്കരുതെന്ന് പറയുന്നില്ല. കാരണം പിതാവിൻ്റെ അടുത്ത് പോയി യാഗരക്തം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ കാല് പിടിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ കോൺട്രഡിക്ഷൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ 2:24 Matthew 26:8 the disciples reproach her. Mark 14:4 some reproach her. John 12:4-5 Judas Iscariot reproaches her. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. Judas was a disciple. When Judas commented about Mary Magdalene's action regarding oil anointment of Jesus, some others also supported Judas. There is no contradiction here. അതായത് മഗ്ദലന മറിയം യേശുക്രിസ്തുവിനെ തൈലാഭിഷേകം നടത്തിയ സമയത്ത് അതെന്തിനാ അങ്ങനെ ചെയ്തു, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, 300 വെള്ളിക്കാശിന് അത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ല എന്ന് യൂദാസ് ചോദിച്ച സമയത്ത് യൂദാസിനെ വേറെ ചില ശിഷ്യന്മാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു കൺഫ്യൂഷനോ കോൺട്രഡിക്ഷനോ ഒന്നും തന്നെ ഇല്ല. 2:25 Matthew 26:14-25 Mark 14:10-11 Luke 22:3-23 Judas made his bargain with the chief priest before the meal. John 13:21-30 after the meal. The answer എഴുതിയിരിക്കുന്നത് വായിക്കാം. John 13:21-30 do not say that it was after the meal time Judas met chief priest. Before the meal, Judas had already talked with the chief priest. After the meal, he met with the chief priest again to confirm his plan to execute betrayal. Verse 27 confirms this. അതായത് പല സുവിശേഷന്മാരും പല കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ മത്തായി എഴുതിയും ജോൺ എഴുതിയത് രണ്ട് കാര്യമാണ്. മത്തായി മാർക്ക് ലൂക്ക് എഴുതിയിരിക്കുന്നത് യൂദാസ് ചീഫ് പ്രീസ്റ്റിന്റെ അടുത്ത് ചെന്ന് ഭക്ഷണത്തിന് മുമ്പായിട്ട് ഉച്ചി കൊടുക്കാനുള്ള പ്ലാനുകൾ ചെയ്തതായിട്ടാണ് ഇതിൽ പറയുന്നത്. അതേസമയം ജോണിൽ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ദ മീൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കറക്റ്റ് ടൈം അവിടെ ചെന്ന് മഹാപുരോഹിതന്മാരോട് പറഞ്ഞതായിട്ടാണ് രണ്ടാമത്തേൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ആഫ്റ്റർ ദ മീൽ മാത്രമല്ല ഈ കാര്യം മഹാപുരോഹിതന്മാരുമായിട്ട് യൂദാസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, അതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് ഇവന്റാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവിടെ കൺഫ്യൂഷൻ ഒന്നും തന്നെയില്ല. പിന്നെ അടുത്തെടുക്കാം. 226 Matthew 26:26-29 Mark 14:22-25 The order of the communion was bread then wine. Luke 22:17-20 It was wine then bread. ഇങ്ങനെ തന്നെയാണോ നോക്കാം. Luke 22:19 says bread was given first. 20 says wine was given after the bread, not the wine then bread. Luke 22:19 പറയുന്നത് നോക്കാം. ഇവിടെ Luke 17 മുതൽ 20 ആണ് നമ്മൾ നോക്കുന്നത്. 19-20 ആണ് നോക്കുന്നത്. And he took bread and gave thanks and break it and gave unto them, saying, This is my body which is given for you. This do in remembrance of me. 20 Likewise also the cup after supper, saying, This cup is the New Testament in my blood which is shed for you. അപ്പോൾ ഇത് ബ്രെഡ് കൊടുത്തതിന് ശേഷമാണ് ഈ വൈൻ കൊടുത്തത്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. വൈൻ ആഫ്റ്റർ ബ്രെഡ് അല്ല, ബ്രെഡ് കഴിഞ്ഞിട്ടാണ് വൈൻ കൊടുത്തത്. ഇതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഇവിടെ തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 27 Matthew 26 Mark 14:44-46 Jesus is betrayed by Judas with a kiss then seized.
Luke 22, 47, 48, Jesus anticipates Judas' kiss. No actual kiss is mentioned. John 18:29, Jesus voluntarily steps forward to identify himself, making it completely unnecessary for Judas to point him out. No kiss is mentioned. ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത് വായിക്കാം. Between verses 3 and 4 of John 18, Judas' kiss should have been mentioned. John 18, അങ്ങനെ യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ശേഖരെയും കൂട്ടിക്കൊണ്ട് തീവട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നത്. രാത്രി നേരമായിരുന്നത്. യേശു തനിക്ക് നേരിടുവാനുള്ള എല്ലാം അറിഞ്ഞ് പുറത്തു നിന്ന് നിങ്ങൾ ആരെ തരുന്നു എന്ന് അവരോട് ചോദിച്ചു. ഈ രണ്ട് വചനങ്ങൾക്കിടയിൽ യൂദാസ് അവിടെ വന്ന് ചുംബിച്ച കാര്യം എഴുതിയിട്ടില്ല. അത് എഴുതേണ്ടതായിരുന്നു. ഈ യോഹന്നാൻ പലപ്പോഴും ഓർമ്മക്കുറവുള്ള മനുഷ്യരാണ്, അതുകൊണ്ടാണ് അതങ്ങനെ വിട്ടുപോയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇറ്റ് ഇസ് ആഫ്റ്റർ ദിസ് ഇവന്റ് ജീസസ് കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ദ കവാർഡ്സ്. ദിസ് പോയിന്റ് ഹാസ് ബീൻ ഒമിറ്റഡ് ഇൻ ജോൺ ബിക്കോസ് ജോൺ മൈറ്റ് ഹാവ് നോട്ട് സീൻ ദ കിസ്, ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ജൂദാസ് കിസ് ഡിഡ് നോട്ട് ഹാപ്പൻ. ജോൺ ആ കിസ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അത് എഴുതാറുന്ന ഒരു ചാൻസ്. പിന്നെ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനദർ പോസിബിലിറ്റി ഈസ് ദാറ്റ് ജോൺസ് മെമ്മറി ബീങ് പുവർ ഹി ഡിഡ് നോട്ട് റൈറ്റ്. യോഹന്നാൻ അപ്പോസ്തലന് ഓർമ്മ കുറവായിരുന്നു എന്ന് റിലേഷന്റെ ബുക്ക് വായിച്ചു നോക്കുമ്പോഴും ഈ പുസ്തകത്തിൽ തന്നെ വേറെ പല സ്ഥലത്തും അങ്ങനെ ഓർമ്മക്കുറവുകളായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് സംഭവിച്ചാകാനും മതി. മാത്യു, മാർക്ക് ആൻഡ് ലുക്ക് മൈറ്റ് നോട്ട് ഹാവ് വിറ്റ്നസ്ഡ് ഓർ ഡിഡ് നോട്ട് കൺസിഡർ ഇറ്റ് ഇമ്പോർട്ടന്റ് ടു റൈറ്റ് ദ ഫോൾ ഓഫ് ദ എനിമീസ് ആസ് ദേ അപ്രോച്ച്ഡ് ജീസസ്. ആ കിസിന് ശേഷമാണ് യേശുക്രിസ്തു പുറത്ത് വന്നിട്ട് നിങ്ങൾ ആരെ തിരയുന്നതെന്ന് ചോദിക്കണം. അപ്പൊ അവര് പുറകോട്ട് മറിഞ്ഞു പോയതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ കാര്യം മാത്യു, മാർക്കും ലൂക്കും എഴുതിയിട്ടില്ല. അവരത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കി കാണൂലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവർ കണ്ടു കാണൂലായിരിക്കും. രണ്ടും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ എഴുതിയില്ല എന്ന് വെച്ചാൽ അവിടെ ഇല്ല എന്ന അർത്ഥമില്ല. എല്ലാ സുവിശേഷങ്ങളും ചേർത്ത് വേണം വായിക്കാനായിട്ട്. ഒരെണ്ണത്തിലുള്ളത് ചിലപ്പോൾ വേറെ ഒരെണ്ണത്തിൽ കാണില്ലായിരിക്കും. ചിലപ്പോൾ അവരത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കണക്കാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ മറന്നുപോയതുകൊണ്ടോ ഒക്കെ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ദൈവവചനം എന്ന് പറയുന്നത് എല്ലാം കൂടി വായിച്ചു നോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമാണത്. ഒരാൾ വിട്ടുപോയത് വേറെ ആളത് എഴുതിയിരിക്കുന്നത് വെച്ചാൽ എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം. അല്ലാതെ ഒരു സ്ഥലത്ത് എഴുതി മറ്റുള്ളവരെല്ലാം അതേപോലെ തന്നെ എഴുതിയില്ല, ഒരൈറ്റം വിട്ടുപോയി, വേറൊരാളത് വിട്ടുപോയില്ല, അതുകൊണ്ട് തെറ്റാണെന്നല്ല നമ്മൾ കണക്കാക്കേണ്ടത്. അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള വചനങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ 228, മാത്യു 26:57, മാർക്ക് 14:53, ലൂക്ക് 22:54. ആഫ്റ്റർ ഹിസ് അറസ്റ്റ് ജീസസ് ഈസ് ഫസ്റ്റ് ടേക്കൺ ടു കൈഫാസ് ദ ഹൈ പ്രീസ്റ്റ്. John 18:13-24, first to Annas, the son-in-law of Caiaphas, then to Caiaphas. The answer was Jesus was taken to Caiaphas is correct. But these verses, Matthew 26:57, Mark 14:53, Luke 10-54, do not say that he was not taken to anybody else before that. അത് ഈ കൈഫാസിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വേറെ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിന്ന് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അത് ശരിയല്ല എന്നതിന് അർത്ഥമില്ല. If he was taken to another person, Annas, John 18:13-24, before that there is nothing wrong it. ജോൺ എഴുതിയപ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അന്നാസിന്റെ അടുത്ത് പോയിട്ടാണ് ഇവിടെ കൈഫാസിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അതിനുള്ള വചനങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. 229, Matthew 20:71-72, Peter's second denial is to still another maid. Mark 14:69-70, apparently to the same maid. Luke 22:58, to a man, not a maid. John 18:25, to more than one day എന്നാ പറയുന്നത്. ഇപ്പം ഇത് എന്താണെന്നുള്ളത് ഈ വചനങ്ങളെല്ലാം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ സുവിശേഷന്മാരും ഫസ്റ്റ് ഡിനൈൽ, സെക്കൻഡ് ഡിനൈൽ, തേർഡ് ഡിനൈൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഏതാണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഡിനൈൽ മാത്യു 26:69-70 പറഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിനെ അവരതായിരുന്നു പറയുന്നത്. മാർക്ക് പറഞ്ഞിരിക്കുന്നു അത് തന്നെ. അതിന് മാർക്ക് 14:67-68 വുമൺ ആണെന്ന് പറയണം. ലൂക്കിലും അത് തന്നെ പറയണേ, 56-57 വുമൺ ആണെന്ന് പറയുന്നത്. ജോൺ 18 സെയിം. ആദ്യത്തെ ഡീനയിൽ ഒരു സ്ത്രീയോടായിരുന്നു എന്ന് 4 സുവിശേഷന്മാരും ഒരേപോലെ പറയുന്നുണ്ട്. അതിന്റെ വചനങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേസമയം സെക്കൻഡ് ഡീനയിൽ ആദ്യത്തെ 2 പേരും പറയുന്നത്, മാത്യു മാർക്കും പറയുന്നത് ഒരു സ്ത്രീയോടായിരുന്നു. അതുപോലെ തന്നെ ജോൺ പറയുന്നത് സ്ത്രീയോ പുരുഷനോ രണ്ടിൽ ഒരാളാണ്.
അപ്പോൾ ഏതാണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അവിടെ നിന്നവരിൽ ഒരാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് സ്ത്രീ ആകാനാണ് സാധാരണ, ഇവർ രണ്ടും സ്ത്രീയാണ്. പക്ഷെ അതേസമയം ലൂക്കിൽ പറഞ്ഞിരിക്കുന്നത് മാൻ എന്നാണ്. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. ലൂക്ക് 58 പറഞ്ഞിരിക്കുന്നത് ഒരു പുരുഷനോടായിരുന്നു എന്നുള്ളത് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വുമൺ തന്നെ ആകാനാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം രാത്രിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജോണിൽ പറഞ്ഞിരിക്കുന്നതെന്ന് രാത്രിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീവെട്ടി പന്തങ്ങളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അത് തന്നെയല്ല, തണുപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും പുതച്ചായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആളുടെ ഐഡന്റിറ്റി ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത് മാൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഇവിടെ കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ല. ആണോ പെണ്ണോ ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സ്വരം കൊണ്ടോ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് പുരുഷനോ സ്ത്രീയാണോ എന്ന് അറിയാൻ പറ്റാത്തതാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യാതൊരുവിധ കോൺട്രഡിക്ഷനും ഇല്ല. പിന്നെ 230 മാത്യു 27:3-7 ദ ചീഫ് പ്രീസ്റ്റ് ബോട്ട് ദ ഫീൽഡ്. ആക്സ് 1:16-19 ജൂദാസ് ബോട്ട് ദ ഫീൽഡ്. ഇതും ഒരർത്ഥമില്ലാത്ത ചോദ്യമാണ്, ശരിക്കും മനസ്സിലാക്കാതെ ചോദിക്കുന്ന ചോദ്യമാണ്. മാത്യുവിൽ പറയുന്നത് ചീഫ് പ്രീസ്റ്റ് ബോട്ട് ദ ഫീൽഡ്. ഈ 30 വെള്ളിക്കാശ് ദേവാലയത്തിലേക്ക് വാസ് വലിച്ചെറിഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത മനുഷ്യനെ ഒറ്റിക്കൊടുത്തു. ആ വെള്ളിക്കാശ് എടുത്തുകൊണ്ട് പുരോഹിതന്മാർ ഇത് ദേവാലയത്തിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോട്ടേഴ്സ് ഫീൽഡ് മേടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് യൂദാസ് അല്ല മേടിച്ചിരിക്കുന്നത്. യൂദാസ് അല്ലെങ്കിൽ തന്നെ ഒരു കള്ളനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ വേറെ സ്ഥലം ഒക്കെ മേടിച്ചിട്ടുണ്ട്. അത് വെള്ളിക്കാശ് കൊണ്ട് മേടിച്ച സ്ഥലമല്ല അത്. അതിന്റെ ആൻസർ നെക്സ്റ്റ് പറഞ്ഞു, അത് നോക്കാം. അത് 231 മാത്യു 27:5 യൂദാസ് ത്രൂ ഡൗൺ ദ പീസസ് ഓഫ് സിൽവർ ദെൻ ഡിപ്പാർട്ടഡ്. Acts 1:18 he used the coins to buy the field. അത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയത് യൂദാസ് was a thief. He had stolen money from the money bag. With this money he had bought land. John 12:6 അതിന്റെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. John 12:6 Then he said, not that he cared for the poor, but because he was a thief and had the bag and where what was put there. പണസഞ്ചി യൂദാസിന്റെ കയ്യിലായിരുന്നുകൊണ്ട് അതിന് പൈസ എടുത്തുകൊണ്ടിരുന്നു. അല്ലാണ്ട് 30 വെള്ളിക്കാശ് കൊണ്ട് അവൻ സ്ഥലമൊന്നും മേടിച്ചിട്ട്. അത് മേടിച്ചിരിക്കുന്നത് മഹാപുരോഹിതന്മാരാണ്. 232 എടുക്കാം. മാത്യു 27:5 യൂദാസ് ഹാങ്ഡ് ഹിംസെൽഫ്. ആക്സ് 1:18 he fell headlong, burst open and his bowels gushed out. അപ്പോൾ തലകുത്തി വീണു മരിച്ചു എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇവിടെ പറഞ്ഞു ഹാങ്ഡ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതെന്താ സംഗതി നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കാം. ജൂദാസ് had a very bad hanging death. He hanged himself in such a way that his hanging wire would be cut off and fall down headlong. അതായത് അവൻ തൂങ്ങിച്ചത്ത സമയത്ത് ആ കയറ് കെട്ടായിട്ട് അവൻ തലകുത്തി വീണ് മരിക്കുക ചെയ്തിരിക്കുന്നത്. ഹി മൈറ്റ് ബി എ ഫാറ്റ് മാൻ. അവന് തടിയനായിരിക്കാനാണ് സാധ്യത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയറ് പെട്ടെന്ന് പൊളിഞ്ഞു പോയി. അത്ര വലിയ വയറായിരുന്നു. That was why his bowels came out. It appears that he had climbed on a tree and standing on one branch of the tree he tied his neck to the upper branch then hanged. അതായത് അവൻ ചെയ്തിരിക്കുന്ന പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ ഒരു ബ്രാഞ്ചിൽ കയറി നിന്നുകൊണ്ട് മുകളിലുള്ള വേറൊരു കമ്പിൽ കഴുത്ത് കെട്ടി അത് ഞാന്ന് കഴിയുമ്പോൾ ആ കയറ് പൊട്ടി തലകുത്തി താഴ്ത്തി വീണ് വയറ് പൊളിഞ്ഞ് ചത്തു. അതാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.